ജോലിയെ ചൊല്ലിയുള്ള നിങ്ങളെ വഴക്ക് എന്തെങ്കിലും അസ്വാരസ്യത്തിലോ കലഹത്തിലോ കലാശിച്ചിരുന്നോ? ഇല്ല സോളമ, അതൊരു സ്വാഭാവികമായ പിണക്കം മാത്രമായിരുന്നു. അതിന്റെ പേരിൽ അവളൊരു കടുങ്കൈ ചെയ്യില്ല. മാത്രമല്ല, അവൾ ജോലി റിസൈൻ ചെയ്യാൻ മടിച്ചിരുന്ന ഒരേ ഒരു കാരണം ഞങ്ങളുടെ ഇടയിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് മാത്രമായിരുന്നു. പിന്നെ ജോലി റിസൈൻ ചെയ്യാൻ മീര സമ്മതിച്ചിരുന്നോ? സമ്മതിച്ചിരുന്നു. എനിക്ക് മുറി ഒന്ന് പരിശോധിക്കണം. എല്ലാവരും ഒന്ന് പുറത്തു പോകണം പ്ലീസ്. പൂജ, യു സ്റ്റേ. അതൊക്കെ എന്റേതാണ് സർ. ഇതോ? എന്റേതാണ് സർ. ആ റാക്കിലുള്ള എല്ലാ സാധനങ്ങളും എന്റേതാ. പൂജയുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? LIC ഏജന്റാണ്. സഞ്ജയ്, വിഷമിക്കാതിരിക്കുക സഞ്ജയ്. ആറ് മാസം ജീവിച്ചു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതിനു മുമ്പേ. എന്തിനാ സഞ്ജയ് വേണ്ടാത്തത് ചിന്തിക്കുന്നേ? മീരയ്ക്കൊന്നും സംഭവിക്കില്ല. സംഭവിക്കില്ലേ? ഇല്ലെങ്കിൽ പിന്നെ എവിടെ പോയി മീര? എത്ര തവണ പറഞ്ഞതാണെന്നോ ജോലി വേണ്ടെന്ന് വെക്കാൻ. അപ്പൊ പറയും തന്റെ മാത്രം വരുമാനം മതിയോ ജീവിക്കാനെന്ന്. തെറ്റെന്റെ. അവളെ ഞാൻ അവളുടെ ഭാവിയും തുളച്ചു, ജീവിതം തുളച്ചു. സഞ്ജയ്, ഇവിടെ ആകെ എത്ര മുറികളുണ്ട്? 13-14 എണ്ണം മാത്രമേ ഉള്ളൂ. പക്ഷെ ഓക്കുപ്പൻസി 10 എണ്ണം മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇടയ്ക്ക് 1-2 ദിവസത്തേക്കൊക്കെ ചിലർ വരാറുണ്ട്. ഇവിടെ വാർഡൻ ഇല്ലേ? സ്ഥിരമായിട്ടില്ല. ഇടയ്ക്കൊക്കെ ഒരു ലേഡി വന്ന് പോവാറുണ്ട്. ഇന്നലെ വൈകുന്നേരം ടെക്സ്റ്റൈൽസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മീരയും പൂജയും അല്ലാതെ നിങ്ങളോട് വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? എന്നും വൈകുന്നേരം ഞാനും മീരയും മിർനും ജോൽസിനെയും ഒരുമിച്ചാ ഇറങ്ങാറ്. ഇന്നലെ അതുപോലെ തന്നെ ഒരുമിച്ചാ ഇറങ്ങിയത്. ആ കുടിച്ചോ. ദാ ബാക്കി പൈസ തരാല്ലേ? ദാ ഒന്ന് നിൽക്കേ. ഓറഞ്ച് വാങ്ങിയിട്ട് പോ. ചേട്ടാ, 1/2 കിലോ ഓറഞ്ച്.
കിലോ വാങ്ങി ചേച്ചി. ഇത് ഇന്നത്തേക്കാ, നാളത്തേക്കുള്ളത് നാളെ വാങ്ങും. ഇപ്പൊ തന്നെ ലേറ്റായി. നിങ്ങളുടെ കൂടെ വന്നാൽ എന്റെ ബസ് പോവും. ഞാൻ പൊക്കോട്ടെ. ചേച്ചി ജോത്സ്ന പോയിക്കോട്ടെ എന്ന്. നീ നടന്നോ, ബസ് മിസ്സാക്കണ്ട, ഞങ്ങൾ വന്നോളാം. വാ. ഓട്ടോ വാ, കേറ്. അപ്പൊ നാളെ കാണാം. ശരി ചേട്ടാ, ഹോസ്റ്റല്. ശരി. വീണ് എവിടെയാ ജോലി ചെയ്യുന്നത്? ഇവിടെ അടുത്തൊരു IT കമ്പനിയിലാണ് സർ. എത്ര കാലമായിട്ട് ഇവിടെയുണ്ട്? 3 മാസേ ആയിട്ടുള്ളൂ. മീരയും പൂജയും വീണായിട്ട് എങ്ങനെ, നല്ല അടുപ്പത്തിലാ? അല്ല സർ, എടുത്തു പറയത്തക്ക ബന്ധമില്ല. എന്നാ ഒരേ ഹോസ്റ്റലിൽ താമസിക്കുന്നതിന്റെ അടുപ്പമുണ്ട്. അപ്പോ മീരയും പൂജയും തമ്മിലോ? സർ, പൂജയ്ക്ക് മീര ഒരു അനിയത്തെ പോലെ ആയിരുന്നു. അവരുടെ ബന്ധം കണ്ട അതറിയാം. മീരയ്ക്കും അങ്ങനെ തന്നെ ആയിരിക്കണം. ശരി. എങ്കിലും ഈ അടുത്ത ദിവസങ്ങൾ അവർ തമ്മിൽ പ്രശ്നങ്ങളോ പിണക്കങ്ങളോ? ഇല്ല സർ, ഞാൻ കണ്ടിട്ടില്ല. സാധാരണ ഏത് സമയത്താണ് മീരയും പൂജയും ജോലി കഴിഞ്ഞ് ഹോസ്റ്റലിലെത്താറുള്ളത്? അങ്ങനെ കൃത്യമായിട്ട് പറയാൻ കഴിയില്ല സർ. എങ്കിലും ഈവനിങ് ഒരു 5:30 ആവുമ്പോ എത്തും. ലേറ്റ് ആയിട്ട് വരാറുണ്ടോ എപ്പോഴെങ്കിലും? ഞാൻ ഓർക്കുന്നില്ല സർ. ഓക്കെ, താങ്ക് യു. രാഖി ഇന്നലെ എപ്പോഴാ ഹോസ്റ്റലിൽ എത്തിയത്? 6 മണിക്ക് മുമ്പ് എത്തി സർ. രാഖിയും കാണാതായ മീരയും തമ്മിൽ എങ്ങനെയായിരുന്നു? നല്ല സുഹൃത്തുക്കളായിരുന്നു. ഞാൻ നേരത്തെ വീണയോട് സംസാരിച്ചപ്പോൾ വീണ പറഞ്ഞത് മിക്കപ്പോഴും പൂജയും മീരയും തമ്മിൽ വഴക്കായിരുന്നു എന്നാ. എന്തിനെ ചൊല്ലിയായിരുന്നു അവർ തമ്മിലുള്ള വഴക്ക്? അങ്ങനെ എപ്പോഴും വഴക്കൂടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല സർ. ഒരു തവണ റൂമിനടുത്തൂടി പോകുമ്പോൾ ആ രീതിയിൽ എന്തൊക്കെയോ സംസാരം കേട്ടിരുന്നു. എന്താണ് രാഖി കേട്ടത്? എന്തിനെ പറ്റിയായിരുന്നു അവരുടെ വഴക്ക്? ഞാൻ വേറെ മുറിയിലേക്ക് മാറിക്കോളാം, നിങ്ങളുടെ കൂടെ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയുന്ന കേട്ടു സർ. ഏകദേശം എത്ര സമയം വേണം ടൗണിൽ നിന്നും ഹോസ്റ്റലിലെത്താൻ? മാക്സിമം ഒരു 20 മിനിറ്റ് മതിയാവും. ഹോസ്റ്റലിനകത്ത് കയറി എത്ര വഴികളുണ്ട്? പുറകിലൊരു ചെറിയ വഴിയുണ്ട് സാർ, പക്ഷെ അതിലെ ആരും വരത്തില്ല. അവിടെ വേസ്റ്റ് ഒക്കെ കൊണ്ടിട്ട് വൃത്തികേടായി കിടക്കുക. കാടും പിടിച്ചിട്ടുണ്ട്. താൻ ചോദിച്ചതിന് മാത്രമല്ല ഉത്തരം പറഞ്ഞത്. ഇന്നലെ എത്ര മണിക്കാണ് ടെക്സ്റ്റൈൽസിൽ നിന്ന് ഇറങ്ങിയത്? സാധാരണ 5 മണിക്ക് ഇറങ്ങാറ്. ഇന്നലെ കുറച്ച് തിരക്കുണ്ടായത് കാരണം 5:30 കഴിഞ്ഞിരുന്നു. എനിക്ക് മെറിനെയും ജോൾസിനെയും കൂടി ഒന്ന് കാണണം. മെറിൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജോൾസിനെ വിളിച്ചിട്ട് കിട്ടിയില്ല. കിട്ടിയ ഉടനെ വരാൻ പറയാം. എനിക്ക് പുറത്തെ വഴിയൊന്ന് കാണിച്ചു. ഓ, വളരെ സൽസ്വഭാവിയായ പെൺകുട്ടി. അനാവശ്യമായ ബന്ധങ്ങളോ ഫോൺ വിളികളോ ഒന്നും ഞാൻ മീരയിൽ കണ്ടിട്ടേയില്ല. മെറിനറിയാം ഇന്നലെ രാത്രി മുതൽ മീരെ കാണാനില്ല. മെറിൻ പറഞ്ഞതുപോലെ സത്സ്വഭാവിയായ പെൺകുട്ടി എങ്ങോട്ട്, എന്ത് കാരണം കൊണ്ടുപോയി, അല്ലെങ്കിൽ ആര് മീരെ കിഡ്നാപ്പ് ചെയ്തു? അതിന് കാരണമായി എന്തെങ്കിലും മാറ്റങ്ങൾ മെറിൻ ഈയിടെ മീരെ കണ്ടിരുന്നോ? ഇല്ല സർ, ഇന്നലെ വൈകിട്ട് വരെ തമാശയൊക്കെ പറഞ്ഞാ ഞങ്ങൾ ഇറങ്ങിയേ. നല്ല സന്തോഷത്തിലായിരുന്നു ആ സമയത്തും. സ്വതവേ പെട്ടെന്നൊന്നും മൂഡ് ഓഫ് ആവുന്ന സ്വഭാവം മീരയ്ക്കില്ല. ഇന്നലെ എത്ര മണിയായി കാണും നിങ്ങൾ ടെക്സ്റ്റൈൽസ് ഇറങ്ങിയപ്പോ? സാധാരണ 5 മണിക്ക് ഇറങ്ങുന്നേ. ഇന്നലെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഒരു 5:30 കാണും. അത് കഴിഞ്ഞ് പിന്നീട് എന്ത് സംഭവിച്ചു? ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന വഴി ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വേണ്ടി പൂജ ഒരു സ്റ്റോളിൽ കയറി. ലേറ്റായ ബസ് കിട്ടില്ല എന്ന് പറഞ്ഞ് ജോൾസിനെ പെട്ടെന്ന് പോവുകയും ചെയ്തു.
ഫ്രൂട്ട് സ്റ്റാളിൽ നിന്ന് ഇറങ്ങി കുറച്ച് നടന്നപ്പോഴേക്കും ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ച് മീരയും പൂജയും അതിൽ കയറി പോയി. മീരയും പൂജയും പോയി കഴിഞ്ഞിട്ട് എത്ര സമയം കഴിഞ്ഞാ മെറിൻ പോയത്? ഏകദേശം 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്റെ ബസ്സും വന്നു. മെറിൻ സ്റ്റാൻഡിൽ പോയാണ് ബസ് കയറിയത്? അല്ല, എനിക്ക് സ്റ്റാൻഡിൽ പോണ്ട. ഒരു ഫ്രൂട്ട് സ്റ്റോളിന്റെ കാര്യം പറഞ്ഞല്ലോ, അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് നടന്ന ബസ് സ്റ്റോപ്പാ. ഈ പറഞ്ഞ ഫ്രൂട്ട് സ്റ്റാളിന്റെ അടുത്ത് നിന്ന് എത്ര സമയം വേണം ബസ് സ്റ്റാൻഡിലേക്ക്? 10-12 മിനിറ്റ് മതിയാവും സർ. ബസ് സ്റ്റാൻഡിൽ പോയാലേ ജോൺസണിക്ക് ബസ് കിട്ടുള്ളൂ? അതെ. ഇന്നലെ എത്ര മണിക്കാണ് മെറിൻ വീട്ടിൽ പോയത്? ഐ മീൻ ബസ് കയറി ഓർക്കാൻ പറ്റുന്നുണ്ടോ? 6:15 കാണും സർ. അവസാനമായി ഒരു ചോദ്യം കൂടി മെറിൻ. മീരയെ കാണാനില്ലെന്ന വിവരം മെറിൻ അറിഞ്ഞത് എങ്ങനെയാണ്? പൂജ വിളിച്ചു പറഞ്ഞു. എപ്പോ? ഇന്നലെ രാത്രിയോ ഇന്ന് രാവിലെയോ? ഇന്ന് രാവിലെ. ഓക്കെ, താങ്ക് യു. വരുമ്പോഴേക്കുള്ളൂ. ശരി സർ.